ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണ്? ഉണക്കക്കപ്പ വേവിക്കുന്നു, മീൻകറി. അപ്പോൾ അതാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഇനി വേണ്ടത്? മീന്, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, വടക്കംപുളി, വെള്ളത്തിയിട്ടത്, കപ്പ. അപ്പം ഇത്രയാണ് ഗൈസ് നമുക്ക് ഇന്ന് വേണ്ടത്. എന്ത് ചെയ്യണം? സ്റ്റവ് കത്തിച്ച് ഗൈസ് അതിനകത്തോട്ട് ചട്ടിയും വെച്ച്. ഇതെന്തോ മീനായത്? ഉണ്ണിമേരിയോ? നല്ല പേരാ. എണ്ണ ഒഴിക്കുകയാണ് ഗൈസ്. എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതിട്ട് ഗൈസ്. കരിവേപ്പിലയിട്ട് ഇളക്കുക. നമ്മളതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് ഗൈസ്. ഇതെല്ലാം എടുത്ത് നമുക്ക് സ്ഥലത്തോട്ട് വെക്കുക. ഇതിനകത്തോട്ട് ഇനി നമ്മൾ എന്തായിരുന്നു? ഇതൊന്ന് പച്ചമണം മാറി കഴിയുമ്പം ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടും. അത് ഇതെല്ലാം ഇടും. മൂക്കുമ്പോൾ പുളിയിട്ട് വെള്ളം ഒഴിക്കും. അത് നോക്കുമ്പോൾ പുളിയിട്ട് വെള്ളം ഒഴിക്കും. എന്നിട്ട് മീനെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കില്ലേ, ഇടും. മല്ലിപ്പൊടി ഇടുവാണ്. മല്ലിപ്പൊടി രംഗപ്രവേശനം ചെയ്ത് ഗൈസ്. മഞ്ഞപ്പൊടി എടുത്തിട്ട് മല്ലിപ്പൊടി വേണ്ട, ചുവന്ന മുളക് പൊടി എടുത്തിട്ട് പേരെല്ലാം തിരിഞ്ഞു. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി അതും എടുത്തിട്ട്
പുളി ഇടുവാണ്. പുളി ഇടുകയാണ് ഗൈസ്. പുളി ഇട്ടു. മിക്സിങ്, ഇളക്കൽ. മസാലയെല്ലാം മൂത്തു. ഇനി വെള്ളം ഒഴിക്കാം. മസാല മൂത്ത് ഗൈസ്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാ. വെള്ളം ഒഴുകി താഴെ പോകുന്നു. ഇടുവാണ്. ഉപ്പ്, സാൾട്ട്, ഉപ്പിട്ട് ഗൈസ്. ഇനിയും ഇത് തിളക്കണം ഗൈസ്. തിളച്ചിട്ട് കാണാം. ഇടാൻ പോവാണ് ഗൈസ്. ഇടുവാണ്. ഈ മീൻ ഒന്ന് റെഡി ആയിട്ട് കാണാം. ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കപ്പ ഇട്ട് ഗൈസ് കുക്കറിലോട്ട്. വേവിക്കാൻ വെച്ച് ഗൈസ്. ഇനി നമുക്ക് കപ്പയും മീനും റെഡി ആയിട്ട് കാണാം. വെച്ച് നമ്മൾ എന്താ ചെയ്യണം? അതിന് കുറച്ച് അരപ്പ് അരച്ച് ചേർക്കണം. പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ മിക്സിയിൽ അടിച്ച് കപ്പ വേകുമ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് ഈ അരപ്പും മഞ്ഞപ്പൊടി ഇടുകയാണ് ഗൈസ്. മഞ്ഞപ്പൊടി ഇട്ട് ഇനി ഇത് അരച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉണക്കക്കപ്പ വേവിച്ചതും മീൻകറിയും റെഡി ഗൈസ്.